വൈസ് ചാൻസലർക്ക് പ്രത്യേകം അധികാരം അനുവദിക്കുന്ന ആക്ടിലെ 10(13) എന്ന് പറയുന്ന വകുപ്പ് എടുത്തുപയോഗിച്ചുകൊണ്ടാണ് രജിസ്ട്രാറെ നടപടിയെടുത്തിരിക്കുന്നത്. ആ വകുപ്പ് ഉപയോഗിക്കുമ്പോൾ കൃത്യമായ ആക്ട് പറയുന്നുണ്ട്, ഏതെങ്കിലും നിലയിലുള്ളൊരു എക്സിജൻസി ഉണ്ടാവണം. ഇത് ഇവിടെ പാലിച്ചിട്ടില്ല. കാരണം ഒരു എക്സിജൻസി ഇല്ല. സംഭവം നടന്നത് ജൂൺ 25-ന്, നടപടിയെടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞ്. ഒരു എക്സിജൻസി ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വകുപ്പ് ഉപയോഗിച്ചത് നിലനിൽക്കില്ല. രണ്ടാമത്, ഒരു ഉദ്യോഗസ്ഥനെതിരായി നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കണ്ടേ? അപ്പം അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുന്നതിന് ഒരു വകുപ്പുണ്ട് ആക്ടിൻ്റെ സെക്ഷൻ 23(10). അതനുസരിച്ച് രജിസ്ട്രാറെ കേൾക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഉപയോഗിക്കുമ്പോൾ ഈ സെക്ഷൻ 23(10) കൂടി പാലിച്ചു വേണം ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നത്. അത് പാലിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കാരണം ഇതാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ സസ്പെൻഷൻ നടപടി വിഡ്രോ ചെയ്യാനാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിഡ്രോ ചെയ്തുകൊണ്ട് നേരത്തെ VC പറഞ്ഞതുപോലെ ഒരു എൻക്വയറി, ഓൾ കാര്യങ്ങൾ, അതായത് 25-ന് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വളരെ വിശാലാർത്ഥത്തിൽ പരിശോധിക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ഒരു എൻക്വയറി കമ്മിറ്റിയെ സിൻഡിക്കേറ്റ് നിയോഗിച്ച് അത് ഈ തീരുമാനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ തിങ്കളാഴ്ച അറിയിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലയേൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ അറിയിക്കാൻ രജിസ്ട്രാർ ചാർജ് നെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ വിഷയം ഇന്ന് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പ്ലേസ് ചെയ്തു. അതായത് ആക്ടിൻ്റെ സെക്ഷൻ 10(13) ഉപയോഗിക്കുമ്പോൾ അതിൽ തന്നെ പറയുന്നു, രജിസ്ട്രാർ നടപടി എടുത്തുകൊണ്ടുള്ള ഉത്തരവിലും പറയുന്നു, ഇത് റിപ്പോർട്ട് ടു ദ സിൻഡിക്കേറ്റ്. അപ്പോൾ 10(13) പറയുന്നുണ്ട് എന്താ, ഒരു നടപടി സിൻഡിക്കേറ്റിൻ്റെ അധികാരം എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത വരുന്ന സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ നടപടിക്ക് ശേഷം വന്ന ആദ്യത്തെ സിൻഡിക്കേറ്റായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സിൻഡിക്കേറ്റിൽ VC അത് റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്കെല്ലാവർക്കും അജണ്ട സർക്കുലേറ്റ് ചെയ്തു. നേരത്തെ എടുത്ത നടപടിയുടെ ആക്ഷൻ ഞങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തു. അതിന്മേൽ ചർച്ച നടന്നു. അത് VC തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ സർക്കുലേറ്റ് ചെയ്തു, അജണ്ട വെച്ചു, ചർച്ച ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ചർച്ച ചെയ്തു. ചർച്ചയുടെ അവസാനം സിൻഡിക്കേറ്റാണല്ലോ തീരുമാനം എടുക്കേണ്ടത്. സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ വൈസ് ചാൻസലർക്കും 2 സിൻഡിക്കേറ്റ് അംഗങ്ങളും തയ്യാറല്ല. അവർ ആ സിൻഡിക്കേറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് സർവകലാശാല സ്റ്റാറ്റ്യൂട്ട്, കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് 1977, സ്റ്റാറ്റ്യൂട്ട് 1 ചാപ്റ്റർ 6 സിൻഡിക്കേറ്റ് യോഗം എങ്ങനെ ചേരണമെന്നുള്ളതിനെക്കുറിച്ചുള്ള അതാണ് അവിടെ പറയുന്നത്. അതനുസരിച്ച് 1 സബ്സെക്ഷൻ 2 അനുസരിച്ച് VCയുടെയോ PVCയുടെ ആബ്സെൻസിൽ ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്ന 1 മെമ്പർ ചെയർ ചെയ്യാം. അതനുസരിച്ച് യോഗത്തിൽ നിന്ന് വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയപ്പോൾ അതിന് ഈ സ്റ്റാറ്റ്യൂട്ടിലെ ഈ പ്രൊവിഷൻ അനുസരിച്ച് അതിലെ ഏറ്റവും സീനിയർ സിൻഡിക്കേറ്റ് അംഗവും കേരള സർവകലാശാലയിലെ എമറിറ്റസ് പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ PM രാധാമണി ഈ യോഗം ചെയർ ചെയ്തു. ആ ചെയർ ചെയ്ത രാധാമണി ടീച്ചർ ചെയർ ചെയ്ത യോഗത്തിൽ വെച്ച് 19 സിൻഡിക്കേറ്റ് അംഗങ്ങൾ പിന്തുണയോടുകൂടി, സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള 18 സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ഈ തീരുമാനം അംഗീകരിച്ച് ഹൈക്കോടതി അറിയിക്കാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്തി. ഈ തീരുമാനം അംഗീകരിച്ചില്ല VC എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഏത് തീരുമാനമാണ്? സിൻഡിക്കേറ്റിൻ്റെ ഏത് തീരുമാനമാണ് VC അംഗീകരിക്കാതെ ഇറങ്ങിപ്പോയത്? അതായത് ഇന്ന് യോഗം വിളിച്ചപ്പോഴത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അറിയിക്കേണ്ട ചുമതല സിൻഡിക്കേറ്റിനാണല്ലോ. എന്താണ് ഈ കേസിൽ നമ്മുടെ തീരുമാനമൊന്നും അറിയിക്കേണ്ടത് സിൻഡിക്കേറ്റിനാണല്ലോ ചുമതല, അല്ല വൈസ് ചാൻസലർക്കല്ല. കാരണം വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിൻ്റെ അധികാരം പ്രയോഗിച്ചിരിക്കുക. പിന്നെ വൈസ് ചാൻസലർക്ക് ഇതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. സിൻഡിക്കേറ്റാണ് പിന്നീട് തീരുമാനിക്കേണ്ടത്. ആ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞ കാര്യങ്ങളാണ്. ആ തീരുമാനം ഹൈക്കോടതി അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ വൈസ് ചാൻസലർക്ക് അതിനകത്ത് ഒബ്ജക്ഷൻ ഉണ്ട്.
അതായത് ഈ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി അറിയിക്കുമ്പോൾ VC ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് വായിച്ചപ്പോഴാണല്ലോ പറഞ്ഞത് ഈ തീരുമാനത്തോട് എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, മാഡം ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഡിസന്റ് രേഖപ്പെടുത്താനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെയാണെന്നെങ്കിൽ ഈ തീരുമാനത്തോട് ഡിസന്റ് രേഖപ്പെടുത്താം. ഭൂരിപക്ഷ തീരുമാനമാണ് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനമായി വരുന്നത്. വോട്ടിംഗ് ഉണ്ട് സിൻഡിക്കേറ്റിൽ ഒരു തീരുമാനം എടുക്കുന്നതിന്. അതുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് 1974 സർവകലാശാല ആക്ട് 1010 പറയുന്നുണ്ട്. വോട്ടുണ്ട് ഈക്വലായി വന്നു കഴിഞ്ഞാൽ, ഒരു തീരുമാനം എടുക്കുന്നതിനകത്ത് ഈക്വലായി വന്നു കഴിഞ്ഞാൽ പിന്നെ VCക്ക് കാസ്റ്റിംഗ് ഔട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? തീരുമാനം എടുക്കാൻ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഉറപ്പായിട്ടും ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമാണ് സിൻഡിക്കേറ്റ് തീരുമാനം. VC ഉള്ളപ്പോൾ തന്നെ ഇതിന് അംഗീകാരം കിട്ടിയോ, അല്ലെങ്കിൽ VCക്ക് പോയതിന് ശേഷമാണ് ഇത് വോട്ടിനിട്ട് അംഗീകരിച്ചത്? സിൻഡിക്കേറ്റ് തീരുമാനം മതിയല്ലോ, VCയുടെ തീരുമാനം ഇവിടെ ഇല്ലല്ലോ. VCക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ഒരു കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. സിൻഡിക്കേറ്റിൻ്റെ അധികാരം എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ് വൈസ് ചാൻസലർ. അപ്പോൾ സ്വാഭാവികമായും അതിന്മേൽ ഒരു കേസ് വന്നിരിക്കുന്നു. ആ കേസിൽ വൈസ് ചാൻസലറെ, രജിസ്ട്രാറെ, അതേപോലെ തന്നെ സിൻഡിക്കേറ്റിനെ പ്രതിയാക്കിയിരിക്കുകയാണ്, റെസ്പോണ്ടൻ്റ് ആക്കിയിരിക്കുകയാണ് പെറ്റീഷണർ. അപ്പോൾ സ്വാഭാവികമായും ഇതിന്മേൽ ഒരു അഭിപ്രായം കോടതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റിനെ പറ്റത്തുള്ളൂ. അതനുസരിച്ചാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? VC പുറത്ത് പറയുന്നത് ഞാൻ ഇത് ഡിസോൾവ് ചെയ്ത ഒരു മീറ്റിംഗ് ആണ്, അതിനുശേഷം എടുക്കുന്ന തീരുമാനം ഇല്ല, അങ്ങനെയല്ല. അതിന് നിങ്ങൾ മിനിറ്റ്സ് VC മീറ്റിംഗ് റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുണ്ടല്ലോ, മിനിറ്റ്സ് കാണണ്ടേ? ഇല്ല, കറക്റ്റ്. നിങ്ങൾ മിനിറ്റ്സ് പരിശോധിച്ച കണക്ക് VC യോഗം പിരിച്ചുവിട്ടു. ചർച്ച ഓക്കെ അതെ ആക്ട് പറ യോഗം പൂർണ്ണമാവാൻ VC ഇല്ലാന്നുണ്ടെങ്കിൽ PVC ചെയർ ചെയ്യണം. PVC ഇല്ലാത്ത സാഹചര്യത്തിൽ 1 മെമ്പർ ഓഫ് ദ സിൻഡിക്കേറ്റ് ചെയർ ചെയ്യണം. ഇതുണ്ട്. നിങ്ങൾ VC ഇല്ലാതെ ഒരാൾക്ക് യോഗം ചേരാൻ പറ്റത്തില്ല. ഇപ്പം സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ പറ്റില്ല. പക്ഷേ VC ചെയർ ചെയ്ത് സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ യോഗത്തിൽ VC ഇല്ലാന്നുണ്ടെങ്കിൽ PVC ചെയർ ചെയ്യണം. PVC ഇല്ലെങ്കിൽ 1 മെമ്പർ ചെയർ ചെയ്യണം. ഇന്ന് ഈ ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച സമർപ്പിക്കേണ്ട സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായത്തെ സംബന്ധിച്ചിട്ടുള്ള റെസൊല്യൂഷൻ സിൻഡിക്കേറ്റ് ചർച്ച ചെയ്ത് ഭൂരിപക്ഷം അംഗങ്ങൾ ഇന്ന കാര്യമാണ് അവിടെ പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിനകത്ത് യോജിക്കാൻ കഴിയുന്നില്ല. ഇറങ്ങിപ്പോയപ്പോൾ പിന്നെ ആ മീറ്റിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി സ്റ്റാറ്റ്യൂട്ടിലെ ഈ ഭാഗം എടുത്ത് സിൻഡിക്കേറ്റ് ഉപയോഗിച്ചു. ആ നിയമപരം അതവരുടെ അഭിപ്രായം. നിങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റും. അജണ്ട ചർച്ച ചെയ്താൽ ഞാൻ അജണ്ട തീരുമാനിക്കണം. മിനിറ്റ്സ് രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല മിനിറ്റ്സിൽ. VCക്കുള്ള റൈറ്റ് എന്ന് പറയുന്നത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താം മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡിംഗ് കൗൺസിൽ സർവകലാശാല തീരുമാനം സിൻഡിക്കേറ്റ് എടുക്കുന്നതാണെന്നാണ് നിങ്ങൾ സിൻഡിക്കേറ്റിനകത്ത് കക്ഷിയാണെന്ന് VC പറയുന്നത് റദ്ദാക്കൽ അംഗീകരിച്ചിട്ടില്ല എന്നാണ്. ഇതിനകത്തെ ഒരു വസ്തുത വൈസ് ചാൻസലർക്ക് എന്ന് പറയുന്നത് വൈസ് ചാൻസലർക്ക് മാത്രമായി സർവകലാശാലയുടെ അഭിപ്രായം പറയാൻ കഴിയില്ല. സർവകലാശാലയുടെ അഭിപ്രായം പറയേണ്ടത് സിൻഡിക്കേറ്റാണ്. വൈസ് ചാൻസലർ ഹൈക്കോടതിയിൽ പറയുന്ന അഭിപ്രായം പേഴ്സണൽ അഭിപ്രായമാണ്. സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായമാണ് ശരിയായ അഭിപ്രായം. അതാണിന്ന് തീരുമാനിച്ചത്. ആ സിൻഡിക്കേറ്റ് അഭിപ്രായത്തിൽ എന്തെങ്കിലും അസാംഗത്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഡിസന്റ് രേഖപ്പെടുത്താമായിരുന്നു. ഇറങ്ങിപ്പോയാലും സിൻഡിക്കേറ്റ് നടക്കും. ഒരു മെമ്പർ ഇറങ്ങിപ്പോയാലും വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയാലും സിൻഡിക്കേറ്റ് യോഗം നടക്കും. അതിനുള്ള പ്രൊവിഷൻ ആക്ട് നൽകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ. അദ്ദേഹം ഇതിനകത്ത് ഈ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്തോ അത്യാവശ്യം ഉണ്ടായിട്ട് നേരത്തെ പോയി. അദ്ദേഹം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് ഇത് വിഡ്രോ ചെയ്യണമെന്നാണ്. ഇല്ല, പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല. അത് അവരുടെ അഭിപ്രായം.
അവർ പറയുന്നത് 2 BJP അംഗങ്ങൾ പുറത്തു വന്നു. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പാർട്ടി യോഗമാണ് നടക്കുന്നത്. അതിന് സമാനമായ പ്രതികരണമാണ് VC നടത്തിയത്. അത് പറഞ്ഞാൽ അവിടെ കുശല സംഭാഷണമാണ് നടന്നത്. അപ്പോൾ രണ്ടുപേരും ഒരേപോലത്തെ നിലപാടാണ്. സർക്കാർ പ്രതിനിധികളെല്ലാം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവിടെ. സർക്കാർ പ്രതിനിധികൾ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് VC അത് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ മാത്രമല്ലായിരുന്നു. IAS ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരിവിടെ ഉണ്ട്. അവരെല്ലാവരും അടങ്ങുന്ന യോഗം. ഞാൻ പറയുന്നത് അതായത് ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ചാണല്ലോ സിൻഡിക്കേറ്റിലേക്കൊക്കെ എല്ലാ ആളുകളും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതനുസരിച്ചിട്ടുള്ള ആളുകളല്ലാണ്ട് വളഞ്ഞ വഴി കൂടെ ഒന്നും വന്നവരല്ല. അപ്പോൾ തിങ്കളാഴ്ച സീറ്റിൽ വരും. അതെ, ഇതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സാറിന്റെ നടപടി വിഡ്രോ ചെയ്തല്ലോ. കേരളത്തിലെ ഉന്നതരായ IAS ഓഫീസർമാർ ശരി, മീറ്റിംഗിലുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് പാർട്ടി യോഗമാകുക? അവസാനിപ്പിക്കാം.